തിരിച്ചടിക്കാൻ സർവ്വസജ്ജമാവുകയാണ് രാജ്യം. അതിർത്തിയിലൊക്കെ സുരക്ഷ അത് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഓരോരുത്തർക്കും പരിശീലനം നൽകുന്ന നടപടികളൊക്കെ നടക്കുകയാണ്. വിശദാംശങ്ങൾ സന്ധ്യ, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ രജൗരി ജില്ലയിലെ നൌഷേര സെക്ടറിലാണ് ഈ വില്ലേജ് ഡിഫൻസ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് സൈന്യം പരിശീലനം നൽകി വരുന്നത്. സൈന്യം തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഔദ്യോഗിക കുറിപ്പിലൂടെയാണ് ഈ പ്രത്യേക പരിശീലനം സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആയുധ പരിശീലനം, അതുപോലെ തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ, ഭീഷണികൾ ഉയരുകയാണെങ്കിൽ അത് നേരിടുന്നതിനുള്ള പരിശീലനം എന്നിവയാണ് സൈന്യം ഇപ്പോൾ ഈ വില്ലേജ് ഡിഫൻസ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് നൽകുന്നതെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് അതിർത്തി ഗ്രാമങ്ങളുടെ സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പരിശീലന നടപടി ഇപ്പോൾ സൈന്യം നടത്തുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ തന്നെ ഇത്തരം വില്ലേജ് ഡിഫൻസ് കമ്മിറ്റികൾക്ക് നേരത്തെ തന്നെ ഈ പരിശീലനവും മറ്റും സൈന്യം നൽകിയിരുന്നു. അതായത് ഈ പ്രാദേശികമായിട്ട് ആൾക്കാരെ, സമൂഹത്തെ പ്രാദേശികമായുള്ള ഒരു ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരിശീലനം നൽകിയിരുന്നത്. പക്ഷേ നിലവിൽ ഈ വ്യക്തമാക്കിയിരിക്കുന്നതനുസരിച്ച് ഈ ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ളവയാണ് ഈ വില്ലേജ് ഡിഫൻസ് കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകുന്നത്. ഈ ഗ്രാമങ്ങൾക്കുണ്ടാകുന്ന സുരക്ഷാ ഭീഷണി നേരിടുന്നതിന് ഈ പ്രദേശത്തുള്ളവരെ ഈ സജ്ജരാക്കുന്നതിന് ഭാഗമായിട്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് സൈന്യം കടന്നിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രത്യേക പരിശീലനം നൽകുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. നിർണായകമായ കൂടിക്കാഴ്ചകൾ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുകയാണല്ലോ. തിരക്കിട്ട ചർച്ചകൾ സൈനിക മേധാവിയുമായി, പ്രതിരോധ മന്ത്രിയും BSF മേധാവിയുമായി ഒക്കെ ആഭ്യന്തര മന്ത്രിയും കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ്? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ഡൽഹിയിൽ നിന്ന് നടന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഈ CDS ചർച്ച നടത്തി എന്നതാണ്. അതിൽ തന്നെ നിലവിലെ ഇപ്പോൾ ഈ അതിർത്തിയിലുണ്ടായിരിക്കുന്ന സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തുടർച്ചയായി 3-ാം ദിവസവും ഈ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ത്യ ഇതിന് ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട്. ഈ അതിർത്തിയിലെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രിയെ ഈ CDS കൃത്യം കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. സമാനമായ രീതിയിൽ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി BSF ഡയറക്ടർ ജനറലും ഇന്ന് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് അത് BSFിലെ ഒരു സൈനികൻ ഇപ്പോഴും പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. അതുമായി ബന്ധപ്പെട്ട് 3 ഫ്ലാഗ് മീറ്റിങ്ങുകൾ നടത്തിയിരുന്നുവെങ്കിലും ആ സൈനികനെ വിട്ടു നൽകുവാൻ ഇതുവരെയും ഈ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് BSF DGയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. സന്ധ്യ.